ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളന സെമിനാർ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാവി സെമിനാർ കാട്ടാക്കടയിൽ സംഘടിപ്പിച്ചു. 21-ാം നൂറ്റാണ്ടിലും ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ദയനീയമായി തുടരുകയാണെന്നും പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകണമെന്നും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും CPI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ CS സുജാത സെമിനാറിൽ പറയുകയുണ്ടായി. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാവി സെമിനാർ CS സുജാത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ കാട്ടാക്കടയിലെ ഡിവൈഎഫ്ഐയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, ബഹുമാന്യരായ നാട്ടുകാരെ, ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ജൂലൈ 28, 29, 30 തീയതികളിൽ തലസ്ഥാന നഗരിയിൽ വെച്ച് നടക്കുക. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നതെന്ന് കാലേക്കൂട്ടി തന്നെ ഷിജുഖാൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെമിനാർ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഭാവി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും രാജ്യത്തെ സ്ത്രീകളുടെ പോരാട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ ഇത്തരമൊരു വിഷയമെടുത്ത് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കാൻ തയ്യാറായ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വത്തെയും സ്വാഗത സംഘത്തെയും ഒക്കെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. മണ്ഡല പുനർനിർണയവും ജനസംഖ്യാ കണക്കെടുപ്പും പൂർത്തിയാക്കുന്നതുമായി ബന്ധിപ്പിച്ച് വനിതാ സംവരണം നടപ്പിലാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സ്ത്രീകളോടുള്ള വഞ്ചനയാണെന്ന് CS സുജാത ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള 543 സീറ്റിൽ സംവരണം നടപ്പിലാക്കുകയാണ് വേണ്ടത്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനവും വർദ്ധിച്ചു വരുമ്പോൾ സ്ത്രീകളുടെ പാർലമെന്ററി പ്രാതിനിധ്യം നിരാശാജനകമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. സ്ത്രീ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ യാതൊരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു. അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും വർഗീയ രാഷ്ട്രീയത്തിന്റെയും പിന്നാലെ യുവതലമുറ പോകാതെ ശാസ്ത്രീയ ചിന്തയും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും CS സുജാത ആഹ്വാനം ചെയ്തു. ഡിവൈഎഫ്ഐ കാട്ടാക്കട ബ്ലോക്ക് പ്രസിഡന്റ് P. വിഘ്നേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ സ്വാഗതം ആശംസിച്ചു. അജീഷ് നന്ദി രേഖപ്പെടുത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജുഖാൻ, ജില്ലാ പ്രസിഡന്റ് V. അനൂപ്, ജില്ലാ ട്രഷറർ VS ശ്യാമ, അഡ്വക്കേറ്റ് G. സ്റ്റീഫൻ, മുൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് I. സാജു, CPI കാട്ടാക്കട ഏരിയ സെക്രട്ടറി A. ഗിരി, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം R. രതീഷ്, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S. കവിത തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, കാട്ടാക്കട.